കണ്ണൂർ വിമാനത്താവള വികസനത്തിനായി ഏറ്റെടുത്ത ഭൂമിയുടെ പേരിൽ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് കീഴല്ലൂർ കാനാട്ടെ 165ഓളം കുടുംബങ്ങൾ. വാഗ്ദാനം ചെയ്ത നഷ്ടപരിഹാര തുക 8 വർഷം കഴിഞ്ഞിട്ടും ലഭിച്ചിട്ടില്ല. ഏറ്റെടുക്കൽ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ വിൽപ്പനയോ കെട്ടിടത്തിന്റെ നവീകരണമോ സാധ്യമല്ലാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. പ്രദേശവാസിയും വൃക്കരോഗിയുമായ നസീറയുടെ 5 സെന്റ് ഭൂമിക്ക് ജപ്തി നോട്ടീസ് കൂടി വന്നതോടെ നാട്ടുകാരുടെ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിന്റെ റൺവേ വികസനം പറഞ്ഞാണ് കീഴല്ലൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട നസീറടക്കമുള്ളവരുടെ വീടും പുരയിടവും ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനം വന്നത്. 2017 കാനാട്ടെ 165 കുടുംബങ്ങളുടെ 200 ഏക്കറോളം ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിയും തുടങ്ങി. 8 വർഷം കഴിഞ്ഞിട്ടും വാഗ്ദാനം ചെയ്ത പണം നസീർ അടക്കമുള്ളവർക്ക് ലഭിച്ചിട്ടില്ല. ഇതിനിടെ രോഗം മൂർച്ഛിച്ച ഘട്ടത്തിൽ തലശ്ശേരി കാർഷിക ഗ്രാമവികസന ബാങ്കിൽ നിന്ന് നസീറയും കുടുംബവും 5 ലക്ഷം രൂപ സ്ഥലം പണയപ്പെടുത്തി വായ്പയെടുത്തു. തിരിച്ചടവ് മുടങ്ങിയതോടെ ജപ്തി നോട്ടീസ് അയച്ചിരിക്കുകയാണ് ബാങ്ക്. ആ ലോൺ എടുത്ത് ഇപ്പോൾ ഏകദേശം 6.25 ലക്ഷം രൂപയായി. എന്റെ വീട് സ്ഥലം ഇപ്പം വിൽക്കണമെങ്കിൽ ഈ ഗവൺമെന്റ് അനുമതി കിട്ടണം. സമാനമായ പ്രതിസന്ധി പ്രദേശത്തെ മറ്റു ചിലരും നേരിടുന്നുണ്ട്. അടിയന്തരമായി സർക്കാർ നഷ്ടപരിഹാരം നൽകുകയോ ജപ്തി നടപടി നിർത്തിവെക്കാൻ ഇടപെടുകയോ ചെയ്താൽ മാത്രമേ പ്രതിസന്ധിക്ക് പരിഹാരമാകൂ. ഇവർക്ക് സമാധാനത്തോടു കൂടി അന്തി ഉറങ്ങാൻ വേണ്ടിയുള്ള ഒരു വഴി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കൽ ഒരു ഭരണാധിപന്മാർ എന്നുള്ള രീതിയിൽ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട്. വികസനത്തിന്റെ കൂടെ നിന്ന് ജനത നേരിടുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് രോഗശയ്യയിലായ നസീറ. ക്യാമറാമാൻ രാജേഷ് വടകരക്കൊപ്പം ബിജിഷ് ഗോവിന്ദൻ, മീഡിയ 1, കണ്ണൂർ.